പിന്നെ സുന്നികളുടെ വിശ്വാസം ഇവിടെ പറയണ്ടായി, ആ രൂപത്തിൽ വിശ്വസിക്കുന്ന ഈ രൂപത്തിൽ സുന്നികളുടെ വിശ്വാസം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അതാണ് സുന്നികളുടെ വിശ്വാസം. നിങ്ങൾ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ വല്ലതും ഉദ്ദേശിക്കോ? ഇല്ല. അപ്പൊ സുന്നികളുടെ വിശ്വാസം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കൂന്നാണ്. അല്ലാതെ ഒരാൾക്കും ഒരു കഴിവുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു തന്ന കഴിവല്ലാതെ ഒരാൾക്കും ഒരു കഴിവും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. അത് അമ്പിയാക്കൾ സഹായിക്കുന്നതായാലും ഔലിയാക്കൾ സഹായിക്കുന്നതായാലും ഇവിടെയുള്ള ഡോക്ടർമാരെ സഹായിക്കുന്നതായാലും എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസമാണ് സുന്നികളുടേത്. അത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. സുന്നികളെ കുറിച്ച് തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തുന്നത് മുജാഹിദ് വിഭാഗമാണ് എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, കൂട്ടത്തിലൂടെ പറഞ്ഞു ഒരു കല്ലിന്റെ അടുക്കൽ ചെന്നു, അല്ലെങ്കിൽ ഒരു കല്ലിനെ നോക്കുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു, ഇങ്ങനെ വിശ്വസിക്കുന്നു. സുന്നികൾ കഅബ ഷരീഫിനെ ആദരിക്കുന്നു, കഅബയിലേക്ക് തിരിഞ്ഞു മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം കഅബയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും പാടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇബ്രാഹിം മഖാമിൽ സുജൂദ് ചെയ്യുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഹൈന്ദവർ അവരുടെ ബിംബങ്ങളെ ചുംബിക്കുന്നു, സുന്നികൾ ഹജറുൽ അസ്വദ് ചുംബിക്കുന്നു. കഅബ ഷരീഫ് ഹൈന്ദവർ അവരുടെ അമ്പലങ്ങളെ അവർ വലയം വെക്കുന്നു, സുന്നികൾ കഅബ തവാഫ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം മഖാമിന്റെ അരികിൽ സുന്നികൾ സുജൂദ് ചെയ്യുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അസീസ് മുസ്ലിം എല്ലാ മുഖാമത്തിലും വിജയിപ്പിക്കാൻ പറ്റുന്ന ആളാണ്. കുറെ മുഖാമത്ത് മൂപ്പയ്ക്കാൻ തോന്നി സുന്നിയാളും മറ്റോട്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന്. അതിനെ ഞങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതന്നെയാണ് കറക്റ്റ്. നിങ്ങളാ പറഞ്ഞത് കറക്റ്റ്. വലിയ വ്യത്യാസം നിങ്ങളുടെ പോലും തമ്മിൽ, ഞങ്ങളുടെ പോലും വ്യത്യാസമുണ്ട്, നിങ്ങളുടെ പോലും വലിയ വ്യത്യാസം ഉണ്ടാവൂല. കാരണം അള്ളാഹ്ക്കാണ് എല്ലാ കഴിവെന്ന് വിശ്വസിച്ചാൽ പിന്നെ ബാക്കിയൊന്നും പ്രശ്നമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഗുരുവായൂർക്കും പോകാം, ശിർക്കേതായാലും വരൂല. ഒമാ തസാവന ഇല്ല യസാ അള്ളാന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഗുരുവായൂർ പോയിക്കൂടെ? ശിർക്കാവൂ? നിങ്ങളാ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഒമാ തസാഉന ഇല്ല യസാ അല്ലാ എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ആ ഉറപ്പോട് കൂടി നിങ്ങൾ ഗുരുവായൂർ പോയാലും ഇനി അവിടെ പോയി പ്രദക്ഷിണം ചെയ്താലും അവിടെ പോയി ചുംബിച്ചാലും അവിടെ പോയി കുമ്പിട്ടാലും ഒന്നും ശിർക്കാവില്ലല്ലോ. അപ്പൊ അതൊന്നും ശിർക്കല്ല നിങ്ങൾ സമ്മതിക്കുക. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ എന്തേ നമ്മൾ പോലും വ്യത്യാസം. അപ്പൊ അതല്ല വേണ്ടത്. തിരിച്ച് ഒരു വ്യത്യാസമുള്ളിടത്തേക്ക് എത്തണം. ആ വ്യത്യാസം ഉണ്ട്. അതാണ് മുജാഹിദീങ്ങൾ പഠിപ്പിക്കുന്ന ഖുർആനും ഹദീസും അനുസരിച്ച് വിശ്വസിച്ചു കൊടുക്കുന്ന തൗഹീദ് അംഗീകരിക്കാതിരുന്നാലുള്ള പ്രശ്നം. അല്ല, അംഗീകരിച്ചാലോ ഈ സംശയം ഉണ്ടാവില്ല. ഈ സംശയം ഉണ്ടെങ്കിൽ അസലിന് രണ്ടാണ്. അപ്പൊ ഈ സംശയത്തിന് വകുപ്പുണ്ടാവില്ല. അപ്പൊ സാധാരണ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരൊക്കെ സാധാരണക്കാരെ പറഞ്ഞു പഠിപ്പിച്ച് പറ്റിച്ച് വെക്കലെന്താ വെച്ചാല് എല്ലാ കഴിവും കാര്യം അള്ളാഹ്ക്കാന്ന് വിശ്വസിച്ചാൽ പിന്നെ നമുക്ക് ബേജാറുമില്ല, പിന്നെ ശിർക്കൊന്നും പേടിക്കണ്ട, അത് വരൂല്ല. മുജാഹിദുകൾ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കേണ്ടതാ. നിങ്ങളെ വിശ്വാസം അതന്നെ അല്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെ വിശ്വാസം എന്താ? എല്ലാ കഴിവും പറിച്ചോൻ കൊടുക്കാതെ വിശ്വാസം. എന്നാലും ശിർക്കാന്നുള്ളത്, എന്നാലും നിങ്ങളുടെ ശിർക്കാണ്. അല്ല കൊടുക്കാത്ത കഴിവുണ്ട് വിശ്വസിച്ചാൽ മാത്രമല്ല ശിർക്കാകല്. അല്ല കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചാലും ശിർക്ക് തന്നെ മേഖല ഉണ്ട്. അപ്പൊ നിങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചെന്ന് വെച്ചാല് പഠിച്ചോൻ കൊടുക്കാത്ത കഴിവുണ്ട് വിശ്വസിച്ചാല്, അല്ലെങ്കിൽ സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാല്, ഇലാഹാന്ന് വിശ്വസിച്ചാല്, സ്വമതയത്ത് കൽപ്പിച്ചാലേ ശിർക്കാകുള്ളൂ എന്ന് നിങ്ങൾ കണ്ടെത്തി പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് പിന്നെ ഞങ്ങളും പോലും വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന്. അത് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് മാഷാ അല്ലാഹു വശിഅത, നബിയെ താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചതെന്തോ അതാണ് ഉണ്ടാവുക. താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചതെന്തോ അതാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നബി തങ്ങൾ തിരിച്ചു പറഞ്ഞത് എന്താ? അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ പടച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാണ്. അത് നബി തങ്ങൾ ചോദിച്ചില്ല നിന്റെ വിശ്വാസം എന്താ, പഠിച്ചോൻ വിചാരിക്കാത്ത വേറെ ഉദ്ദേശം എനിക്ക് ഉദ്ദേശിക്കാൻ പറ്റുമെന്നാണോ, അള്ളാഹിനെ പോലെ സ്വയം ഉദ്ദേശിക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ട് എന്നാണോ, ഞാൻ ഇലാഹാണ് എന്നാണോ, ഞാൻ സ്വമതാണ് എന്നാണോ, അത് നബി തങ്ങൾ ചോദിച്ചിട്ടില്ല. അത് ഏതായാലും നബിയുടെ കാലത്ത് ജീവിച്ച ഒരു മുസ്ലിമും അങ്ങോട്ട് നബിയെ പറ്റി വിശ്വസിക്കൂല. എന്നിട്ട് പോലും നബിയെ താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചതാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കൊടുത്ത മറുപടി അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കുകയാണോ എന്നാണ്. അപ്പൊ അത് തുല്യമാക്കൽ വന്നതായ അർത്ഥം ആ മശീഅത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന
ആ മശീഅത്തിന്റെ കൂടെ നബിതങ്ങളെ ഉദ്ദേശം കൂടി കൂട്ടിപ്പറഞ്ഞപ്പോഴേക്ക് അത് റബ്ബിനോട് തുല്യപ്പെടുത്തലാണ് എന്ന് പറഞ്ഞെങ്കിൽ അല്ല കൊടുക്കാത്തൊരു കഴിവുണ്ട് വിശ്വസിച്ചാലേ ശിർക്ക് വരുള്ളൂ എന്ന് പറയാൻ പറ്റുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സ്വഹാബി പിന്നെ നബിക്ക് സ്വയം കഴിവുണ്ട് വിശ്വസിച്ചു പറയേണ്ടി വരും. അതെന്തായാലും നമുക്ക് പറയാൻ കഴിയില്ല. നബി ഇലാഹാന്ന് വിശ്വസിച്ചു എന്ന് പറയേണ്ടി വരും. അത് പറയാൻ കഴിയില്ല. ഇനി സമാനമായി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, പ്രവാചകന്റെ കൂടെ യാത്ര പോകുന്ന സ്വഹാബത്ത്, അതിൽ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവർ അബൂ വാഖിദ് ലൈസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നബിയുടെ കൂടെ പോയി. വനഹ്നു ഹുദസാഉ അഹ്ദിൻ ബിൽ കുഫർ, ഞങ്ങൾ കുഫറിൽ നിന്ന് പോന്നിട്ട് അധികകാലമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ നബിയുടെ കൂടെ ഒരു യാത്രയിൽ പോയി. ആ യാത്രയിലാണ് മക്കയിലെ അവിശ്വാസികൾ പ്രത്യേകമായ സിദ്ധിയുണ്ടാകാനായി വാള് തൂക്കിയിടുന്ന ഒരു മരം ഞങ്ങൾ കണ്ടത്. ഹത്താ ഇദാ മറർനാ ബിശജറത്തിൻ യുഖാദു ലഹാ ദാതു അൻവാത്, ഒരു മരത്തിനരികെ ഞങ്ങൾ നടന്നുപോയി. മുശ്രിക്കീങ്ങൾ ആ മരത്തിൽ വാള് തൂക്കിയിട്ട് ആ വാളുമായി പോയി യുദ്ധം ചെയ്യാറുണ്ട്. അതിനരികെ പോയപ്പോൾ ഞങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ, താങ്കൾ ഞങ്ങൾക്കൊരു മരം നിശ്ചയിച്ചു തരണം. ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്, അവർക്കൊക്കെ ദാതു അൻവാത്ത് ഉള്ളതുപോലെ, അവർക്കൊക്കെ ഒരു മരമുള്ളത് പോലെ നബിയെ ഞങ്ങൾക്കും ഒരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരണം. സ്വയം കഴിവുള്ള മരം വേണമെന്നല്ല, ഇലാഹായ മരം വേണം എന്നല്ല, അള്ളാഹും റസൂലൊന്നും അംഗീകരിക്കാത്തൊരു മരം വേണം എന്നല്ല. നേരെ വെച്ച് നബിയെ താങ്കൾ നിശ്ചയിച്ചു തരണം ഒരു മരം. ഇജ്അൽ ലനാ, നബിയെ താങ്കൾ ഞങ്ങൾക്കുണ്ടാക്കി തരണം ഒരു മരത്തെ എന്ന് പറയുമ്പോൾ എന്താ നബി ഞങ്ങളെ പ്രതികരണം? ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. വാള് തൂക്കാൻ ഒരു മരം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന് മറുപടി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലെങ്കിൽ നബിക്ക് ചോദിക്കാമെന്ന്, നിങ്ങൾ ഞാൻ മരമൊക്കെ തരാം, പക്ഷെ ആ മരത്തിനെപ്പറ്റി നിങ്ങൾ എന്താ വിശ്വസിക്കുക? എല്ലാ കഴിവും കാര്യം അള്ളാഹ്ക്ക് ഉറപ്പുണ്ടോ? ഈ മരം ഇലാഹല്ലാന്ന് ഉറപ്പുണ്ടോ? അല്ല കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് ഉറപ്പുണ്ടോ? ഞാൻ എന്റെ വർക്കത്തോണ്ട് ഇങ്ങനെ ആ മരം കൊണ്ട് നിശ്ചയിച്ചു തന്നാൽ അത് മാത്രമേ വിശ്വസിക്കുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. എന്നാ ശരി, ഒരു മരം കാണിച്ചരി, ഞാൻ നിശ്ചയിച്ചു തരാം എന്നല്ലേ പറയാം. അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സുന്നിയാക്ക് അവിടെ തന്നെയാണ് പഴിച്ചത്. എല്ലാ കഴിവും കാര്യം അള്ളാഹ്ക്ക് മാത്രം വിശ്വസിച്ചാൽ പിന്നെ എവിടെയും പോയി എന്തും ചെയ്യാൻ തോന്നിയപ്പോ മഖാം ഇബ്രാഹിം പോയി സുജൂദ് ചെയ്ത ഓല ശിർക്കായി മാറപ്പോ. കാരണം ഓലയുടെ സുജൂദ് ചെയ്യുമ്പോൾ ഓല വിശ്വാസം എന്താ? ഇബ്രാഹിം നബി സുജൂദ് സ്വീകരിക്കുന്നതാണ്. പിന്നെ ശിർക്കാവില്ലേ? മഖാം ഇബ്രാഹിം മമ്പറ മക്കാമ് പോലെ മക്കാമാണ് മനസ്സിൽ കാണുന്നതെങ്കിൽ പിന്നെ അവർക്ക് സുജൂദ് പോകണമെന്നില്ല, ആ വിശ്വാസം തന്നെ പഴിച്ചുപോയി. അപ്പൊ അവിടെ ഇബ്രാഹിം നബി കാണും, ഇബ്രാഹിം നബി കേൾക്കും, ഇബ്രാഹിം നബി അറിയും, ഇബ്രാഹിം നബി ഇത് സ്വീകരിക്കും എന്നൊക്കെയാണോ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ മനസ്സിലാണത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതും ശിർക്കായി മാറും. അല്ല, ഇബ്രാഹിം നബിക്ക് റോളൊന്നുമില്ല, അല്ലാഹ് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്യാനാണെങ്കിലോ ശിർക്ക് വരില്ല. അവിടെ കഴിവല്ല പ്രശ്നം. പഠിച്ചോനോട് അവിടെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. അല്ല, ഇബ്രാഹിം നബിക്ക് എന്റെ സുജൂദിൽ റോളില്ല. ഇബ്രാഹിം നബി എന്നെ കാണുന്നില്ല, എന്നെ കേൾക്കുന്നില്ല, ഞാൻ സുജൂദ് ചെയ്യുന്ന കാര്യം അറിയുന്നില്ല, എന്റെ സുജൂദ് സ്വീകരിക്കുന്നില്ല, അതിൽ ഇബ്രാഹിം നബിക്ക് ഒരു ഇടപാടുമില്ല എന്ന ഉറപ്പിലാണോ? അപ്പൊ അമ്പലത്തിൽ പോയി ചെയ്യുന്നതോ ഇതോ രണ്ടും ഒന്നാണ്? അപ്പൊ ചോദ്യം വരില്ല. നേരെ മറിച്ച് അവിടെ പോയി മുത്തുമ്പോഴും അവിടെ പോയി പ്രദക്ഷിണം ചെയ്യുമ്പോഴും അവർക്കുള്ള വിശ്വാസം, അതും ഇതും എന്താ വ്യത്യാസം ചോദ്യം വരുന്ന എപ്പോഴും അറിയോ? ഇവിടെ പോയി സുജൂദ് ചെയ്യുമ്പോഴും ഇബ്രാഹിം നബിയാണ് മനസ്സിൽ കയറുന്നത്, മക്കാമെന്ന് കേൾക്കുമ്പോഴേക്ക് മമ്പുറം പുത്തമ്പള്ളിയെ ഓർമ്മയ്ക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതാ നേരത്തെ പറഞ്ഞത്, ആ ചിലപ്പോൾ വ്യത്യാസം ഇല്ലാത്ത തലത്തിലേക്ക് പോയി കൂടാകുന്നില്ല. അതുകൊണ്ട് ആ വിശ്വാസമാണ് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടത്. പടച്ചോൻ കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ പിന്നെ ശിർക്ക് വരില്ല എന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല, എവിടെയും അത് പറഞ്ഞിട്ടില്ല. അള്ളാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ, അള്ളാഹിനെ പോലെ സ്വയം കഴിവില്ല എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ശിർക്ക് വരൂല എന്ന് ഖുർആനോ ഹദീസോ എവിടെയും പഠിപ്പിച്ചില്ല. തിരിച്ചു പഠിപ്പിച്ചു. അത് ഞാൻ രണ്ടു ഉദാഹരണം പറഞ്ഞത്. നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് നടക്കുക എന്ന് പറഞ്ഞപ്പോഴേക്ക് നീ എന്നെ റബ്ബിനോട് തുല്യനാക്കുകയാണോ എന്നാ ചോദിച്ചത്. വാൾ തൂക്കാൻ മരം വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാണ് പറഞ്ഞത്. സമാനമായി ഒരുപാട് വ്യത്യസ്തമായ വശങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാ കഴിവും കാര്യം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കില്ല എന്നൊരാൾ വിശ്വസിച്ച് അവിടെ ഇരുന്നു എന്നുകൊണ്ട് മാത്രം അയാൾക്ക് ഇനി എവിടെയും പോയി എന്തും ചെയ്യാമെന്ന് അതിനർത്ഥമില്ല. കഅബ തവാഫ് ചെയ്യുമ്പോ കഅബ എന്റെ ആ തവാഫ് കാണുന്നോ, കഅബ എന്റെ ഈ വിളി കേൾക്കുന്നോ, കഅബ എനിക്ക് ഉത്തരം ചെയ്യുന്നോ വിശ്വാസമാണോ? എങ്കിൽ പഴിച്ചുപോയി എന്നാ അത് വേറെ കാര്യം. അതിനല്ലല്ലോ കഅബ സാക്ഷിയാവും, നിസ്കരിച്ച ഭൂമിയിലെ സാക്ഷിയാവും. കഅബ മാത്രമല്ല, കഅബ മാത്രമേ സാക്ഷിയാകല്, അവനാ നിസ്കരിച്ച സ്ഥലം വരെ സാക്ഷിക്കും. അതിനർത്ഥം ഭൂമിയോട് പ്രാർത്ഥിക്കാന്നല്ല. എന്നാ പിന്നെ ഭൂമി മാതാവിനോട് തേടാന്ന് പറഞ്ഞാൽ ഓരോ ഞാനെന്താ വ്യത്യാസം അപ്പം തോന്നും.
അല്ലാഹു പറഞ്ഞ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും. എവിടെ വെച്ച് ആരൊക്കെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ അവിടെ വിളിച്ചു പറയും. അതിനർത്ഥം എന്താ പിന്നെ ഭൂമിയോടും തേടിക്കോ എന്ന് സുഞ്ഞാളതാ പറഞ്ഞ മനസ്സിലാക്കും? ഇല്ലല്ലോ. ഹജറുൽ അസ്വദ് സാക്ഷിക്കുന്ന ഹദീസിലുണ്ട്. അതിനർത്ഥം ഹജറുൽ അസ്വദോട് തേടാന്നല്ലോ. ഹജറുൽ അസ്വദ് സാക്ഷി നിൽക്കും ഹദീസിൽ വന്ന കാര്യമാണ്, സ്വഹിയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതിനർത്ഥം ഹജറുൽ അസ്വദോട് തേടാന്നല്ല. ആ നിലയ്ക്ക് എവിടൊക്കെ പ്രമാണങ്ങൾ പഠിപ്പിച്ചോ അതൊക്കെ ഉണ്ട്. അതിനർത്ഥം കഅബ എന്റെ ജീവിതത്തിൽ ഇടപെടുന്നോ, കഅബ ഉപകാരം ചെയ്യുന്നോ, കഅബ ഉപദ്രവം ചെയ്യുന്നതാണോ, തെറ്റന്നെയാണ്. ശിർക്കിന് അത് അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ട വിചാരിച്ചാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒന്നില്ല. അതിനെ മുത്തിയവർക്ക് പരലോകത്ത് വരുമ്പോൾ അത് സാക്ഷി നിൽക്കുന്നു. നബി തങ്ങൾ പഠിപ്പിച്ചു, നമ്മൾ അംഗീകരിക്കുന്നു. അതിനപ്പുറത്ത് ഇവിടെ മമ്പുറം, പുത്തമ്പള്ളി, മജ്മീറും, ഏറുവാടി, പൊന്നാനിയും പുതുപൊന്നാനിയും മുതൽ വേങ്ങര, കോയപ്പാപ്പയും CM വലിയുന്നയും അടക്കമുള്ള ആളുകൾ ഓലൊക്കെ ലോകത്ത് നിന്ന് എവിടുന്ന് വിളിച്ചാലും ആ വിളി കേൾക്കും, അറിയും, ഇടപെടും, സഹായിക്കും, ഓടിയെത്തും, കൈപിടിക്കും, രക്ഷപ്പെടുത്തും, നമുക്കുള്ള പ്രയാസം മാറ്റിത്തരും എന്നൊക്കെ പറയുന്നതിന് ഈ പറയപ്പെട്ട ന്യായങ്ങളൊന്നും ന്യായങ്ങളല്ല. ഇതൊക്കെ സ്ഥാപിക്കാനാണല്ലോ ഈ ന്യായം പറയണത്. ഈ പറയപ്പെട്ടലൊക്കെ വിളിച്ചു തേടാന്നും തേടിയ കുഴപ്പമില്ലാന്നും ശിർക്കല്ലാന്നും ഓലൊക്കെ കേൾക്കും, കാണും, അറിയും, സഹായിക്കും, ഇടപെടും എന്നും ഉള്ള വിശ്വാസം അത് ശരിയാണ് എന്ന് ന്യായീകരിക്കാനാണല്ലോ ഈ ന്യായങ്ങൾ പറയണത്. ഈ ന്യായം അതിന് ന്യായമല്ല എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്നില്ല. സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് തന്നെ. എന്നാൽ സ്വയം കഴിവ് വിശ്വസിച്ചില്ലെങ്കിലും ശിർക്ക് വരാം. റബ്ബിന് മാത്രം അവകാശപ്പെട്ട വല്ലതും റബ്ബല്ലാത്ത വല്ലവനും വകവെച്ചു കൊടുത്താൽ അതിന്റെ പേര് ശിർക്ക്. അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും റബ്ബല്ലാത്ത വല്ലവനും വകവെച്ചു കൊടുത്താൽ അതിന്റെ പേര് ശിർക്ക്. അതിന് കഴിവും പെട്ടു, അറിവും പെട്ടു, അതേപോലെ കേൾവിയും കാഴ്ചയും എല്ലാം പെട്ടു. അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതിൽ എന്തെങ്കിലും ഒന്ന് 1% റബ്ബല്ലാത്തവന് കൊടുത്താൽ അതിന്റെ പേര് ശിർക്ക് എന്നാണ് അല്ലാഹ്